നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കുടുംബജീവിതത്തെ താളം തെറ്റിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകളാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നത്. ഇതിനെല്ലാം പരിഹാരമായി ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ഒരു RSBOI കാർഡ് നമുക്ക് ലഭിക്കുക? നിലവിൽ കാർഡുള്ള ആളുകൾക്ക് എങ്ങനെ ഈ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് പുതുക്കാം? അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഈ കാർഡ് എങ്ങനെ പുതിയതായി എടുക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് RSBOI കാർഡ്. ഈ കാർഡുള്ള ആളുകൾക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെറിയ ശതമാനം ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ 100% ലഭിക്കുന്ന രീതിയിലാണ് ഈ കാർഡിൻ്റെ നിലവിൽ ഉള്ളത്. ഈ കാർഡ് ഇപ്പോൾ എങ്ങനെ പുതിയത് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ഉത്തരവ് അനുസരിച്ച് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡ് പുതിയത് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ 70 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ കാർഡിന് പുതിയത് എടുക്കാം. നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ സെൻ്ററുകൾ വഴിയാണ് ഇപ്പോൾ ഇത് പുതിയതെടുക്കാൻ അവസരമുള്ളത്. 70 വയസ്സ് കഴിഞ്ഞ ആളുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ അവരുടെ പ്രായം തെളിയിക്കുന്ന മറ്റൊരു രേഖയുമായി നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡ് പുതിയതെടുക്കാൻ സാധിക്കും. അങ്ങനെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങുന്നുണ്ട്. ഈ ഒരു പദ്ധതി 1 വർഷം മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും അന്ന് ഈ കാർഡ് എടുത്ത ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ കാർഡ് എടുക്കുന്ന ആളുകൾക്കും അന്ന് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, കാർഡ് എടുത്ത ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീടുകളിൽ പഴയ കാർഡിൽ ഒരുപാട് ആളുകളുണ്ട്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കാർഡ് തുടങ്ങിയത്. അന്ന് ഓരോ വ്യക്തികൾക്കും സെപ്പറേറ്റ് കാർഡ് ലഭിക്കാതെ കുടുംബത്തിന് ഒന്നാക്കിയ ഒരു കാർഡ് ലഭിച്ച ആളുകളുണ്ട്. ഇങ്ങനെ ചിപ്പ് ലഭിച്ച കാർഡുള്ള ആളുകൾക്ക് 2017-18 കാലയളവിലാണ് ഓരോ വ്യക്തികൾക്കും അന്ന് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് എന്തെങ്കിലും കാരണവശാൽ ഈ കാർഡ് ഒരു വ്യക്തിക്ക് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളെയും ഇതിലേക്ക് ചേർക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. അതിന് ആരെങ്കിലും ഒരാൾക്ക് സ്വന്തം പേരിൽ കാർഡുണ്ടായാൽ മാത്രം മതി. ഇങ്ങനെ സ്വന്തം പേരിൽ കാർഡുള്ള ആളുകൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് ഹോസ്പിറ്റലിൽ വരികയും അവർ മറ്റു കുടുംബങ്ങളെ ചേർക്കാനുള്ള OTP മറ്റു കാര്യങ്ങൾ കൂടി നൽകിക്കഴിഞ്ഞാൽ മറ്റു കുടുംബങ്ങളെ ഇതിലേക്ക് ചേർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 2 വയസ്സിന് മുമ്പ് എടുത്ത ചെറിയ കുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾക്കും കാർഡുണ്ടെങ്കിൽ അവർക്കും ഇതിലേക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനി ഒട്ടുമിക്ക ആളുടെയും സംശയം, ഈ കാർഡ് പുതുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. 2017 പുതുക്കാത്ത ആളുകളുണ്ട്, 2018, 2015 കാലങ്ങളിൽ പുതുക്കാത്ത ആളുകൾക്കും ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ എത്ര വർഷം പഴയ കാർഡാണെങ്കിൽ പോലും നിങ്ങളുടെ കൈവശം വെക്കുക. ഈ കാർഡുമായി നിങ്ങൾ അതായത് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവർ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ്. ഓൺലൈൻ വഴി ചെയ്യാൻ ഇപ്പോൾ ഇത് സാധിക്കുന്നില്ല. ഈ കാർഡിൻ്റെ കമ്പനി ഓരോ ഹോസ്പിറ്റലുകളിലും ഇതിനൊരു കൗണ്ടർ, ഒരു കിയോസ്ക് ഉണ്ടായിരിക്കും. ആ കൗണ്ടറുമായി നിങ്ങൾക്കിത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരള സർക്കാർ ഇതുവരെയും ഇതിന് ഔദ്യോഗികമായ ഒരു അംഗീകാരം നൽകിയിരുന്നില്ല. പക്ഷേ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതിൻ്റെ പുതിയ കാർഡ് എടുക്കാനുള്ള ആനുകൂല്യങ്ങൾ വരികയാണ്. അതിനുമുമ്പായി തന്നെ നമ്മുടെ ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് കൂടുതലായിട്ടും റേഷൻ കാർഡ് അനുസൃതമാക്കിയാണ് നൽകുന്നത്. റേഷൻ കാർഡിൽ പേരുള്ള ആളുകൾക്കായിരിക്കും ഈ കാർഡ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ റേഷൻ കാർഡിലുള്ള പേരുകൾ കറക്റ്റാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. നമുക്കറിയാം, ഒട്ടുമിക്ക ആളുടെയും റേഷൻ കാർഡിൽ പേര് ചിലപ്പോൾ തെറ്റായിരിക്കാം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൽ തെറ്റായിരിക്കാം. പഴയ റേഷൻ കാർഡിലൊന്നും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ടാവാറില്ല. അതിൽ വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ചിലപ്പോൾ 1 കണക്കാക്കിയായിരിക്കും വയസ്സുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ പുതിയ റേഷൻ കാർഡ് വരുന്നതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടിയുണ്ട്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ക്ലിയർ ആക്കി വെക്കുക. ആധാർ കാർഡിലെ പോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് റെഡിയാക്കി വെക്കുക.
അതല്ല റേഷൻ കാർഡിലും ആധാർ കാർഡിലും 2 ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ റേഷൻ കാർഡിലെ വയസ്സുകൾ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട്. അതിന് കൂടുതൽ രേഖയുടെയൊന്നും ആവശ്യമില്ല, നമ്മുടെ ആധാർ കാർഡ് കൊടുത്താൽ മാത്രം മതിയാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ